ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേൾക്കുകയാണ് ലോകം. അതായത് തന്നെയും തൻ്റെ സഹോദരിയെയും കൊലപ്പെടുത്താനായിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് തങ്ങൾ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതായത് ഷേഖ് ഹസീനയും ഷേഖ് രഖാനെയും ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. സോ ഇവരെ രണ്ടുപേരെയും കൊന്നുകൊണ്ട്, ഇവരെ രണ്ടുപേരെയും വധിച്ചുകൊണ്ട് അവാമി ലീഗിനെ തകർത്ത് അധികാരം പിടിക്കുക എന്നതായിരുന്നു ബംഗ്ലാദേശിലെ ദുരൂഹ ശക്തികളുടെ ലക്ഷ്യം. ഒരു ഓഡിയോ മെസ്സേജിലൂടെയാണ് ഹസീന ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇന്ത്യയാണ് സത്യത്തിൽ ആ മരണത്തിൽ നിന്ന്, അതായത് ഈ ഇവരെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ നിന്ന് ഇന്ത്യയാണ് ഇവരെ രക്ഷിച്ചത് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ എത്രയും പെട്ടെന്ന് ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് അജിത് ഡോവൽ നേരിട്ട് തന്നെ ഇവരെ പോയിട്ട് എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത്. ഹസീനയുടെ ഒരു മെസ്സേജ് അവാമി ലീഗിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് തങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് മരണത്തിന്റെ വക്കിൽ നിന്ന് എന്ന് വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. തങ്ങളെ വധിക്കാനായിട്ട് പലപ്പോഴായിട്ട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സഹായത്താൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇത്തവണയും ദൈവം തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചത്. മരണത്തിന്റെ വക്കോളം എത്തിയതാണ്. ഭാഗ്യത്തിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ വളരെയധികം സഫർ ചെയ്യുകയാണ്. എൻ്റെ രാജ്യമില്ലാതെ, എൻ്റെ വീടില്ലാതെ എല്ലാം നശിക്കപ്പെട്ടു, എല്ലാം കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അതായത് വളരെയധികം ഇമോഷണൽ ആയിട്ട് കണ്ണീരോടെ അവർ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്സ് ആണ് പ്രചരിക്കുന്നത്. അതായത് ഈ ഷേഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് പലതവണ അവർക്ക് നേരെ അവരെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം 2004 ധാക്കയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അവാമി ലീഗ് തീവ്രവാദ വിരുദ്ധമായിക്കൊണ്ട് നടത്തിയ ഒരു റാലി 2004 ഓഗസ്റ്റിലായിരുന്നു. ആ റാലിയിൽ വെച്ച് അവരെ വധിക്കാനുള്ള ഒരു ശ്രമം നടന്നു. നിരവധി തവണയാണ് ഹസീനയെ വധിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായത്. ഒരുപക്ഷെ അദൃശ്യമായ ആ കരങ്ങൾ അവരെ രക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഏറ്റവും ഒടുവിൽ 2024 അവസാനത്തോടെ അധികാരത്തിൽ നിന്ന് ഹസീന പുറത്താകുന്ന സമയത്ത് അവർ സ്വയം തന്നെ രാജ്യം വിട്ടതാണ്. അപ്പോൾ ആ അടിയന്തര നീക്കങ്ങളുടെ പിന്നിൽ തീർച്ചയായിട്ടും സുഹൃത്ത് രാജ്യമായ ഇന്ത്യയുടെ ഒരു സഹായം അവർക്ക് കിട്ടിയിരിക്കാം. പക്ഷെ അക്കാര്യങ്ങൾ അവർ ഒരിക്കലും തുറന്നു പറയില്ല. ഓൾറെഡി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷനിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഒരു കൂട്ടം ജനങ്ങൾ ഇന്ത്യയെ ശത്രുസ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ ഹസീനയെ രക്ഷിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയാണെന്ന് ഒരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം വളരെ വഷളാക്കുകയുള്ളൂ. മറിച്ച് അവർ ആ ക്രെഡിറ്റ് ദൈവത്തിന് കൊടുത്തു. അത് അങ്ങനെ അവർക്ക് പറയാൻ കഴിയൂ. അതാണ് അവരുടെ അവസ്ഥ. ഇന്ത്യയുടെയും അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് നോക്കിയാൽ നമുക്കറിയാം എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത് എന്ന്. അവർ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അടിയന്തരമായി തന്നെ ഒരു എയർക്രാഫ്റ്റിൽ അവരെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അവർ നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. അജിത് ഡോവൽ അവരെ പോയി കാണുന്നു. ആർക്കും അറിയാത്തൊരു രഹസ്യ താവളത്തിലേക്ക് അവർ മാറുന്നു, അതീവ സുരക്ഷിതയായി തന്നെ. അപ്പോൾ ഹസീനയെ വധിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെയും അവാമി ലീഗിനെയും ഹസീനയും എതിർക്കുന്നവരുടെയും ആവശ്യമായിരുന്നു. അതിനകത്ത് ഡീപ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ആ ഹസീനയെ എതിർക്കുന്ന ശക്തികൾ ഒരു പക്ഷേ ഇവരെ കിട്ടിയിരുന്നുവെങ്കിൽ ജീവനോടെ അവരെ കത്തിച്ചു കളയേണ്ടതാണ്. അത്രയേറെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഹസീനയോട് ആ കൂട്ടർക്കുണ്ട്. പ്രത്യേകിച്ച് തീവ്രവാദികൾക്കെതിരായിട്ട് ഹസീന എടുത്തിട്ടുള്ള നിലപാടുകൾ, മുൻകാല നിലപാടുകൾ, യാതൊരു തരത്തിലുമുള്ള ദയ തീവ്രവാദത്തോട് അവർ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ പൊതുവെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ കുറവുമായിരുന്നു പാകിസ്ഥാനുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ. പക്ഷെ അവരെടുത്ത ആ കടുത്ത തീരുമാനങ്ങൾ അത് അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. രാജ്യത്തിന് വേണ്ടിയിട്ട് ഷേഖ് ഹസീനയ്ക്കും സഹോദരിക്കും സഹിക്കേണ്ടി വന്നത് ഒരുപാടുണ്ട്. കാരണം അവരുടെ പിതാവിനെ, കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ എല്ലാം അവർക്ക് നഷ്ടമായി. ഷേഖ് ഹസീനയുടെ പിതാവ് ഷേഖ് മുജിബുർ റഹ്മാനും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു മുഖമായിരുന്ന സിയാവുർ റഹ്മാനും, ഇവർ രണ്ടുപേരും ബംഗ്ലാദേശിന്റെ വിമോചനത്തിൽ പൊരുതിയവരാണ്. ഈ രണ്ട് ഫാമിലികൾ തമ്മിലുണ്ടായ ഫൈറ്റ്, അതിൽ ഒരാൾ മിലിറ്ററിയുടെ തലപ്പത്തെത്തിയ ആളാണ് സിയാവുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇന്ന് BNP ലീഡറായിട്ടുള്ള ഖാലിദ. അവരിപ്പോൾ രാജ്യം വിട്ടിട്ടുണ്ട്. മുജിബുർ റഹ്മാൻ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് എത്തിയതോടെ സിയാവുറിനെ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററി വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അതായത് മുജിബുർ റഹ്മാനെയും കുടുംബാംഗങ്ങളെയും വകവരുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ശത്രുത ഈ രണ്ട് കുടുംബങ്ങൾക്കും ഇടയിലുണ്ട്. ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹിച്ച ആളാണ് ഷേഖ് ഹസീന. ഇപ്പോൾ അവരെ തന്നെ, അവശേഷിക്കുന്ന രണ്ടുപേരെ, അവരും അവരുടെ സഹോദരിയുമാണ്, അവരെ തന്നെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് നിറകണ്ണുകളോടെ തേങ്ങിക്കൊണ്ട് ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ ഹസീന പറയുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഹസീനയുടെ തിരിച്ചുവരവിന്റെ സൂചനകൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. താൻ തൻ്റെ രാജ്യത്തെയും കുടുംബത്തെയും വീടിനെയും ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ അവർ
വൈകാതെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന സൂചനകൾ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവാമി ലീഗ് കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നതായി നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. സോ പണി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.